നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടുകൂടി ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രശാന്ത് സാർ പി വി അൻവർ ഇനി എന്ത് ചെയ്യും, പി വി അൻവർ ഇനി എങ്ങോട്ട് പോകും എന്നൊക്കെയായിരുന്നു. സ്വതന്ത്രനായി താൻ മത്സരിക്കും, തനിക്ക് ആരുടെയും കൂട്ട് വേണ്ട എന്നൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ച് പി വി അൻവർ നിലമ്പൂരിൽ തന്നെ കടിച്ചു തൂങ്ങി തുടരുന്നുണ്ട്. ആ വാക്ക് തന്നെ ഉപയോഗിക്കണം. കാരണം ഒരു പാർട്ടിയും ഏറ്റെടുക്കാനില്ലാതെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് പി വി അൻവർ. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, പലതരത്തിൽ പി വി അൻവറിന്റെ ഭാവി രാഷ്ട്രീയത്തെ പറ്റി പല വാർത്തകളും നൽകുന്നു. അതിനിടയിൽ കണ്ട ഒരു വാർത്തയാണ് ജോസ് കെ മാണിക്കൊപ്പം പി വി അൻവർ ചേർന്നേക്കും. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ജോസ് കെ മാണി പി വി അൻവറിനെ പോലെ ഒരാളെ ഇനി സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ പി വി അൻവറിന് ജോസ് മാണിക്കൊപ്പം ചേർന്നാൽ ഇനി കേരള രാഷ്ട്രീയത്തിൽ എന്ത് ഭാവിയാണുള്ളത്? ഇതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ടി ഒരാളെ ആ പാർട്ടിയിലേക്ക് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രമേ ഉൾക്കൊള്ളത്തുള്ളൂ. അതാണല്ലോ അതിന്റെ സിസ്റ്റം. ഇപ്പം ബി ജെ പിക്കകത്ത് അല്ലെങ്കിൽ കോൺഗ്രസിനകത്തുനിന്ന് ഒരു നേതാവ് വരികയും, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവ് സി പി എമ്മിൽ പോവുകയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ കേരള കോൺഗ്രസ് മാണി വിട്ടിട്ട് ജോസഫിൽ പോവും, ജോസഫ് വിട്ട് പോകും. ഇപ്പൊ രണ്ടുപേർക്കും പരസ്പരം ഗുണമുണ്ടാകുന്ന ഒരു ലാഭമുണ്ടാകുന്ന ഒരു അവസ്ഥയിലാണ് പാർട്ടി മാറുന്നതായിട്ട് വരുന്നത്. ഇപ്പൊ പി വി അൻവർ ജോസ് കെ മാണിയുടെ കൂടെ കൂടുമോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത, അല്ലെങ്കിൽ ജോസ് മണ്ണക്കടമ്പിലോ അങ്ങനത്തെ കണ്ടൊരു നേതാവിന്റെ പേര് പറയുന്നത്, ബി ജെ പിയുടെ സജി മഞ്ഞക്കടമ്പ്. ഈ സജി മഞ്ഞക്കടമ്പ്, ആ അയാളിപ്പോ പി വി അൻവറിന്റെ കൂടെയാണ് ഉള്ളത്. അപ്പം അയാളും പി വി അൻവറും കൂടി ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ജോസ് കെ മാണിയുടെ കൂടെ കൂടാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലാണ് വാർത്ത വരുന്നത്. ഈ സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറഞ്ഞാൽ എവിടെ പോകണം, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് യാതൊരു തിട്ടവുമില്ലാത്ത ഒരുത്തൻ. ജോസഫ് ഗ്രൂപ്പിന്റെ അങ്ങാണ്ട് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അവിടെ നിന്ന് അവിടെ മന്ത്രിയുമായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ടൊക്കെ ഉടക്കി വെളിയിൽ ചാടി അയാൾ ബി ജെ പിയുടെ കൂടെ ഒക്കെ ഒരു കേരള കോൺഗ്രസ് എങ്ങാണ്ട് ഉണ്ടാക്കി ബി ജെ പിയുടെ കൂടെ നിന്ന് ബി ജെ പിക്ക് മനസ്സിലായി ഇതിനകത്ത് ഒന്നുമില്ലെന്ന്. ബി ജെ പി മൈൻഡ് ചെയ്യാൻ പോയില്ല. ഈ സജി മഞ്ഞക്കടമ്പിന് അവിടുന്ന് വന്നു അൻവറിന്റെ കൂടെ കൂടി ഇയാള് കുറുക്കു വഴിയിൽ കൂടി യു ഡി എഫിനകത്ത് പ്രവേശിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരവസരത്തിലാണ് ഇവർ രണ്ടും കുറുക്കുവഴിക്കാരാ. കാരണം വളരെ കൃത്യമായിട്ട് അൻവർ ഈ പറയുന്ന കോൺഗ്രസിനകത്തുനിന്ന് വെളിയിൽ വന്നപ്പോൾ അയാൾക്കന്ന് മുസ്ലിം ലീഗിന്റെ സഹായം ഉള്ളത് കൊണ്ടും കുറെ ആൾക്കാരുടെ അയാളുടെ കൂടെ ഉള്ളത് കൊണ്ടും അയാൾ പല ഇലക്ഷനുകളിലും സ്വതന്ത്രമായിട്ട് മത്സരിക്കുമ്പോൾ സ്വതന്ത്രമായിട്ട് നിന്നതൊക്കെ പോലും അയാൾക്ക് ജനപിന്തുണ ഉണ്ടെന്ന് കണ്ട് ആ ജനപിന്തുണ ഇല്ലാത്ത ഒരിടത്ത് സി പി എമ്മിന് മുതലാക്കാമെന്ന് കണ്ട് അയാളെ നിലമ്പൂർ നിർത്തി സി പി എം 2 പ്രാവശ്യം ജയിപ്പിച്ചു. സി പി എമ്മിന്റെ ഭാഗമായിട്ട് നിന്നു. സി പി എം വളരെ കരുതലോടുകൂടി നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി കൊണ്ടുനടന്ന നേതാവാണ്. അവസാനം ഇദ്ദേഹത്തിന്റെ ചില താല്പര്യങ്ങൾ പാർട്ടിയുടെ താല്പര്യവുമായിട്ട് പൊരുത്തപ്പെടാതെ വരികയും, അല്ലെങ്കിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പാർട്ടിക്ക് താല്പര്യമില്ലാതെ വരികയും ഒക്കെ ചെയ്തപ്പോൾ പരസ്യമായിട്ടൊക്കെ എന്തോ സ്പഷ്ടമായിട്ട് പറഞ്ഞാൽ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ കൂടെ അല്ലെങ്കിൽ ഭാഗമായിട്ട് നിൽക്കാൻ അൻവർ ശ്രമിച്ചു. പാർട്ടി അതിന് കൂടെ നിന്നില്ല എന്നാണ് നമുക്ക് അതിനകത്ത് ഒന്നും മനസ്സിലാവുന്നത്. അപ്പൊ അത് വളരെ രീതിയിലൊക്കെയായി അന്ന് പിണറായി വിജയനെതിരെ വെല്ലുവിളിച്ച് വെളിയിൽ വന്നപ്പോൾ അയാളുടെ വെല്ലുവിളി പിണറായിക്കെതിരെ ആയതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ആ വെല്ലുവിളി ഏറ്റെടുത്തു. ഇപ്പൊ അൻവർ പറഞ്ഞതിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ, അല്ല അൻവർ പറയുന്ന കാര്യങ്ങളുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനും മാധ്യമങ്ങൾ അൻവർ പറയുന്നത് ഏറ്റെടുക്കാൻ, പിണറായിക്കെതിരെ ആയതുകൊണ്ട് മാധ്യമങ്ങൾ അൻവർ പറയുന്നത് ഏറ്റെടുക്കാൻ നിന്നു. അപ്പൊ വലിയ വാർത്ത ഇയാൾ യു ഡി എഫിനകത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ വന്നു. യു ഡി എഫ് ഇദ്ദേഹത്തെ ആ പാർട്ടിക്കകത്ത് ചേർക്കാൻ താല്പര്യപ്പെടാത്തപ്പോൾ യു ഡി എഫിന്റെ ഭാഗമായിട്ട് വരുന്നതിന് വേണ്ടി ഇദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും, അപ്പം ആ തൃണമൂൽ കോൺഗ്രസിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് നാളെ കാലത്തെ അയാൾക്ക് യു ഡി എഫിൽ ചേക്കേറാൻ പറ്റുന്ന ഒരവസ്ഥ വരികയെന്നൊക്കെ കണ്ട് കരുതി രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരവസരമാണ് നമ്മൾ കണ്ടത്. ആ അവസരത്തിലാണ് ബൈ ഇലക്ഷൻ വന്നത്. ബൈ ഇലക്ഷൻ വന്നപ്പോൾ ഇയാൾ യു ഡി എഫിന്റെ ഭാഗമായിട്ട് അന്ന് നിന്നപ്പോൾ ഇയാൾ രാജിവെച്ച സമയത്ത് ഇവിടെ ഇലക്ഷൻ വരും, ആ സമയത്ത് ഞാൻ യു ഡി എഫിന്റെ കൂടെ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം ഇവിടെ അൻവർ പറഞ്ഞത്, അൻവർ പറയുന്നു അവിടെ ജോയി സ്ഥാനാർത്ഥിയാവണം. അവിടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥി ആവാൻ പാടില്ല എന്ന്. അപ്പം ആ ഒരിതിനകത്ത് അത്രയും വലിയൊരു പാർട്ടി യു ഡി എഫ് പാർട്ടി അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് അവർക്ക് അവകാശമുണ്ടെന്ന് അവർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. സ്ഥാനാർത്ഥിക്കെതിരെ പറയുന്നത് കൊണ്ട് യു ഡി എഫ് പ്രവേശനത്തിന് തടസ്സം വരികയും, ഒരു രീതിയിൽ പറഞ്ഞാൽ അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന് നാളെ കാലത്ത് ഒരു പ്രസക്തിയും ഇല്ലാത്തൊരവസ്ഥ. കാരണം ബി ജെ പിയിലേക്ക് അയാളുടെ വാക്കുകൾ കൊണ്ട് പോകാൻ പറ്റത്തില്ല. ബി ജെ പി ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിനകത്തും അല്ലെങ്കിൽ യു ഡി എഫിനകത്തും എൽ ഡി എഫിനകത്തും
ഇല്ലാതാവുന്ന ഒരവസ്ഥയോടുകൂടി അല്ലെങ്കിൽ ഇല്ലാതായപ്പോൾ ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് അൻവർ മാറുകയും അൻവറിന്റെ അതിബുദ്ധി കൊണ്ട് അൻവർ ഇപ്പൊ മത്സരിക്കുകയും ചെയ്യുമ്പോൾ ഈ മത്സരത്തിന് ശേഷം അൻവർ ഒരു 10,000, 5,000, 6,000 വോട്ട് മാക്സിമം പിടിച്ചാൽ പോട്ടെ 10,000 വോട്ടിൽ കൂടുതൽ അൻവർ പിടിച്ചില്ലെങ്കിൽ അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ എന്ന് ഇതോടുകൂടി അവസാനിക്കുന്ന ഒരു രാഷ്ട്രീയമായിരിക്കും ഈ ഇലക്ഷനോടുകൂടി അൻവറിന് സംഭവിക്കുന്നത്. നിലമ്പൂർ ഇലക്ഷനോടുകൂടി 10,000-ൽ താഴെ അല്ലെങ്കിൽ 10,000-ൽ പുറത്ത് വോട്ട് പിടിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയക്കാരൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഈ പറയുന്ന അൻവർ മാറിയാൽ, അതല്ല അൻവർ ജയിച്ചാൽ അയാള് ഈ കേരളത്തിലെ ഏറ്റവും വിജയിക്കുന്ന രാഷ്ട്രീയക്കാരനായിട്ട് നമുക്ക് അംഗീകരിക്കും. പക്ഷെ അതിനുള്ള സാധ്യത നമ്മളിപ്പോ പരിശോധിക്കുമ്പോൾ കാണുന്നില്ല. അപ്പം തോൽക്കുന്ന അൻവർ 10,000-ൽ താഴെ വോട്ട് പിടിച്ചാൽ ആർക്കും വേണ്ടാത്ത അൻവർ ആവുമ്പോൾ ഈ അൻവറിനെ ചുമന്നതിന് വേണ്ടി മാണി തയ്യാറാവും. അയാളുടെ നിലനിൽപ്പ് പോലും പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അയാൾക്ക് അയാളുടെ അച്ഛനുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതേ സാഹചര്യത്തിലോ അതേ ജനവിരുദ്ധനോട് കൂടി ഒന്നും കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് അയാളുടെ അച്ഛൻ അവിടെ ആ പ്രദേശത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരനായിട്ട് ഒരു കാലത്തും തോക്കാതെ 10-45 കൊല്ലം ജനപ്രതിയായിട്ട് ഇരുന്നിടത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അച്ഛൻ അല്ലെങ്കിൽ ഇതുപോലുള്ള പിതാക്കളും അല്ലെങ്കിൽ മാതാക്കളും ഒക്കെ അല്ലെങ്കിൽ MLA MP-മായിട്ട് ഇരിക്കുന്നിടത്ത് അവിടെ ഈ ഭാര്യയോ മക്കളോ ഒക്കെ മത്സരിച്ചാൽ ജയിക്കുന്ന ഒരവസ്ഥ. അവിടെ പോലും ജയിക്കാത്ത ആളാണ് ഈ ജോസ് കെ മാണി. അറിയാവോ? ആ മാണിയുടെ സീറ്റിലേക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അയാളെ എന്ത് ഇഷ്ടമുണ്ട് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എനിക്കറിയാവുന്ന ജോസ് കെ മാണിയെ ആ പ്രദേശത്ത് ഞാൻ പോയിട്ടുണ്ട്. അയാളെ വിളിക്കുന്ന അമുൽ ബേബി എന്ന സത്യം. ഇയാൾ ജയിച്ചു വരുന്ന സമയത്ത് ഇയാൾ അന്ന് എനിക്കറിയാം, ഇയാളെ അന്ന് മാണി സാറ് പോയി പറയുന്നത് ഞാനാടോ മത്സരിക്കുന്നത്, മാണി ജീവനോടിരുന്ന സമയത്ത് ഞാനാ മത്സരിക്കുന്നത്, ജോസ് കെ മാണി അല്ല ഞാനാണ് ഇവിടെ മത്സരിക്കുന്നത്. അത് കേട്ടാൽ ഇവിടുത്തെ ആൾക്കാർ വോട്ട് ചെയ്യും. മാണി അത്ര വിശ്വാസമാണ്. കാരണം മാണിയുടെ കയ്യിൽ നിന്ന് ഒരു ആനുകൂല്യം പറ്റാത്ത ഒരാളും ആ മാണിയുടെ നിയോജകമണ്ഡലത്തോ നിയമസഭാ മണ്ഡലത്തിൽ ഇല്ലായിരുന്നു. അപ്പൊ മാണി പറയും ഞാനാ മത്സരിക്കാൻ പറഞ്ഞ് ജയിപ്പിക്കും. മാണി പോയതിനു ശേഷം ആ കാര്യങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. കാരണം ഇയാളെ കൊള്ളത്തില്ലെന്ന് അവർക്കറിയാം. അയാളുടെ കൂടെ ഇയാൾ കൂടാൻ ചെന്നാൽ അയാൾ പോലും ഇയാളെ കൂട്ടത്തില്ല. കാരണം കൂട്ടേണ്ട കാര്യമില്ല, ഒരു രാഷ്ട്രീയ ലാഭവും ഇല്ല PV അൻവറിനെ കൊണ്ട്. അപ്പൊ അതിന്റെ കൂടി മഞ്ഞക്കടമ്പനും കുഞ്ഞക്കടമ്പനും ഒക്കെ കൂടി ആ ഒരു ഇനിയുള്ള ഒരു ഷോർട്ട് കട്ടിൽ വീണ്ടും LDF-നകത്ത് വരുന്നതിന് LDF സമ്മതിക്കൂ? നിങ്ങൾ പറഞ്ഞ ജോസ് കെ മാണി അൻവറിനെ ഒന്ന് കൂട്ടി നോക്കട്ടെ. UDF-ന്റെ കൂട്ടുള്ള LDF വിളിച്ചു പറയും ജോസിനകത്ത് വേണോ ഇതിനകത്ത് വേണോ വേണ്ട എന്ന് പറഞ്ഞ് LDF തീരുമാനിക്കും. പിണറായി വിജയനെയും അല്ലെങ്കിൽ LDF പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കിയ ഇത്രയും ആക്ഷേപിച്ച ഒരാൾ വീണ്ടും കുറുക്ക് വഴിയിൽ കൂടെ LDF-ന്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നു. വേണമെന്ന് അത്രയും കരുത്താണ്. നമുക്ക് ആ കരുത്തിന്റെ കാര്യത്തിലും കാര്യം പറയുന്നതിന്റെ കാര്യത്തിലും ഒന്നും LDF ഇതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. പ്രത്യേകിച്ച് പിണറായി വിജയൻ പറയുന്നതൊക്കത്തില്ല. അപ്പൊ ആ ഒരു അധ്യായം അടഞ്ഞു. പക്ഷെ അതുപോലെ തന്നെ അത് പറഞ്ഞാൽ പറയാം, അതുപോലെ തന്നെ കോൺഗ്രസിന് കരുത്തുണ്ട്. ഒരു ലീഗും ഒരു അൻവറും അല്ല കോൺഗ്രസിന്റെ കാര്യം തീരുമാനിക്കുന്നതെന്ന് കുറെ കാലത്തിന് ശേഷം തെളിയിച്ചു കൊടുത്തൊരു നേതാവ് തന്നെയാണ് VD സതീശൻ. VD സതീശൻ എന്ന് പറയുന്ന ആളിനെ നമുക്ക് ഒരു വട്ടം ലീഡർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ അയാൾ തന്നെ അയാളുടെ ഭാഗം എത്തിച്ചെന്നു. കാരണം അയാളാണ് ഈ പറയുന്ന അൻവർ എന്ന് പറയുന്നവൻ പറയുന്നതല്ല കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുദ്രാവാക്യം. കോൺഗ്രസ് പറയുന്നത് അംഗീകരിച്ച് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന അൻവറിനെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അല്ലാത്ത അൻവർ കോൺഗ്രസിനകത്ത് വേണ്ട, UDF-നകത്ത് വേണ്ട എന്ന് തീരുമാനിച്ചു. ആ അൻവറിനെ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഞാൻ നേരത്തെ ഒരു ടോക്കിൽ പറഞ്ഞതുപോലെ കാക്കയുടെ അവസ്ഥയായിരിക്കും. കാക്ക എല്ലാവരുടെയും കാഷ്ടമടിക്കും. കാക്കയുടെ കാഷ്ടമടിക്കാൻ ആരുമില്ല എന്ന് പറയുന്നത് പോലെ തന്നെയായിരിക്കും അൻവറിന്റെ അവസ്ഥ. അതുകൊണ്ട് അൻവർ ഈ പറയുന്നത് പോലെ ഒരു മാണി ഗ്രൂപ്പിനകത്ത് വരാൻ ശ്രമിച്ചാലും നടക്കത്തില്ല, ഏറ്റെടുക്കാൻ ആളുണ്ടാവത്തില്ല. അഥവാ അൻവറിനെ ഏറ്റെടുക്കാൻ ജോസ് കെ മാണി തീരുമാനിച്ചാൽ LDF-ൽ നിന്നുകൊണ്ട് അതിന് സാധ്യവുമല്ല എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വാർത്ത എന്നുള്ളതൊന്നും ജോസ് കെ മാണിയുടെ കൂടെയല്ല, അൻവർ കേരള രാഷ്ട്രീയത്തിൽ തന്നെ നിന്ന് തന്നെ നിലമ്പൂർ ഇലക്ഷന് ശേഷം അസ്തമിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഇതുവരെയുള്ള വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതാണ് എന്തായാലും ജോസ് കെ മാണിക്ക് അല്ലെങ്കിൽ ജോസ് കെ മാണിയോടൊപ്പം ചേരാമെന്നുള്ള PV അൻവറിന്റെ ആശയം, അത്തരം ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ നടപ്പിലാകും എന്നൊക്കെ കണ്ടറിയേണ്ടതാണ്. പക്ഷെ നിലമ്പൂർ ഇലക്ഷന് ശേഷം പ്രശാന്ത് സാറി സൂചിപ്പിച്ചതുപോലെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ PV അൻവർ ഉണ്ടാകുമോ എന്ന കാര്യവും സംശയമാണ്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.